പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ്. അസദിൻ്റെ ഭാര്യ അസ്മ അൽ അസദ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. ഒരു മനുഷ്യൻ്റെ വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പൊതുവെ പറയാറുണ്ട്. പലരുടെയും വിജയങ്ങൾക്ക് സഹായിക്കുന്നവരാണ് സ്ത്രീകൾ. പക്ഷേ ആ ഭാഗ്യം അസദിനില്ല. തനിക്ക് ലണ്ടനിലേക്ക് താമസം മാറണം എന്നാണ് അസദിൻ്റെ ഭാര്യ ഇപ്പോൾ പറയുന്നത്. അറബ് മാധ്യമങ്ങളാണ് ഈ വാർത്ത ആദ്യം പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ആ വാർത്ത ലോകമെമ്പാടും പ്രചരിക്കുകയാണ്. മോസ്കോയിലെ ജീവിതം മടുത്തു എന്നവർ പറയുന്നു. മോസ്കോയിലെ ജീവിതത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അവർ ഒരു റഷ്യൻ കോടതിയെ സമീപിച്ചു. തനിക്ക് വിവാഹമോചനം വേണം എന്ന് ആവശ്യപ്പെട്ടു. UK പോകാനുള്ള അനുമതിക്കായി ഇപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. കോടതി അതിനനുവദിച്ചാൽ അവർ സ്ഥലം വിടും. അസ്മയ്ക്ക് ഇരട്ട പൗരത്വമുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് പൗരത്വമാണ്, മറ്റൊന്ന് സിറിയൻ പൗരത്വം. ലണ്ടനിൽ സിറിയൻ മാതാപിതാക്കൾക്കൊപ്പമാണ് അവർ വളർന്നത്. 2000 ആയപ്പോഴാണ് അവർ സിറിയയിലേക്ക് താമസം മാറിയത്. പിന്നീട് ഏതാണ്ട് അതേ വർഷം തന്നെ 25 വയസ്സുള്ളപ്പോൾ അസദിനെ വിവാഹം കഴിച്ചു. നേരത്തെ ഇവർ JP മോർഗനിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ബ്രിട്ടനിൽ ഒരു സിറിയൻ സുന്നി മുസ്ലിമായി ജീവിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അസദിനെ പരിചയപ്പെടുന്നത്. അസദ് ലണ്ടനിലാണ് പഠിച്ചത്. ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള പരിചയം പിന്നീട് വിവാഹത്തിലേക്ക് കലാശിച്ചു. ഈ സിറിയയുടെ പ്രഥമ വനിതയായിരുന്ന അസ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചിരുന്നു. 2 തവണ അവർ ക്യാൻസർ ബാധിതയായി. ആരോഗ്യ പ്രശ്നങ്ങളോട് അവർ പോരാടി. അപ്പോഴൊക്കെ അവർ കരുത്തുറ്റ വനിതയായിരുന്നു. 2019 സ്തനാർബുദത്തെ തുടർന്ന് അവർ ചികിത്സ തേടി. പോരാടി അർബുദത്തെ തോൽപ്പിച്ചു. ഈ വർഷം മെയ് മാസത്തിൽ അവർക്ക് രക്താർബുദവും സ്ഥിരീകരിച്ചു. അതിനെതിരെയും അവർ പോരാട്ടം തുടരുകയാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ അവർക്കൊപ്പം നിന്നു അസദ്. പക്ഷേ അസദിൻ്റെ ഈ ദുരന്ത നിമിഷങ്ങളിൽ ഭാര്യയില്ല. സിറിയയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനായ അസദ് ഇപ്പോൾ റഷ്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്. അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്നു. അങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കാനാകില്ല. അപ്പോഴാണ് വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വരുന്നത്. ഇപ്പോൾ അസദിന് മോസ്കോ വിടാനാകില്ല. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനാകില്ല. മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാനാകില്ല. 270 കിലോഗ്രാം സ്വർണമുണ്ട്. $2 ബില്യൺ സമ്പാദ്യമുണ്ട്. 18 അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. സ്വത്തുക്കൾ റഷ്യൻ അധികൃതർ പോലും മരവിപ്പിച്ചിരിക്കുന്നു. ഹയാത്ത് തഹരീർ അൽ ഷാമിൻ്റെ നേതൃത്വത്തിൽ വിമതസേന ഡിസംബറിൽ ബഷാർ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചുവരും എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം മങ്ങുകയാണ്. ബാത്ത് ഭരണകൂടം ഇനി സിറിയയിൽ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് പലരും. അതിനിടെ ബഷാർ അൽ അസദിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ വിമതരുമായി ഒരു പ്രമുഖ ലെബനീസ് നേതാവ് കൂടിക്കാഴ്ച നടത്തി. ഡ്രൂയിസ് നേതാവ് വാലിദ് ജുംലാറ്റ് ലെബനനിലെ ഒരു പ്രമുഖ നേതാവാണ്. അവിടെ സിറിയ ഇടപെടുന്നു എന്ന് ദീർഘകാലമായി അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ശക്തമായി സിറിയക്കെതിരെ ആ കാലത്തൊക്കെ അദ്ദേഹം നിലപാടുകളും എടുത്തിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയത് അസദിൻ്റെ പിതാവാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. അസദിൻ്റെ പിതാവായിരുന്ന മുൻ പ്രസിഡന്റ് ഹഫീസ് അസദിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. അസദിൻ്റെ കുടുംബത്തിൻ്റെ ഭരണം അവസാനിച്ചതോടെ സിറിയ സന്ദർശിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഒരു ലെബനീസ് രാഷ്ട്രീയ നേതാവ് കൂടിയായി മാറുകയാണ് അദ്ദേഹം അൽ ജുലാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ജുലാനിയെ ഇപ്പോൾ അൽഷാറ എന്നാണ് പൊതുവെ വിളിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും ഇരുവരും തങ്ങളുടെ രാജ്യങ്ങൾ പുതിയ ബന്ധത്തിലേർപ്പെടണം എന്ന കാര്യത്തിൽ ധാരണയാക്കി. പുതിയ യുഗത്തിലേക്ക് അവർ കടക്കുന്നതായി അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ലെബനീസ് സിറിയൻ ബന്ധം സാധാരണ നിലയിലാകും എന്ന് അവർ ഇപ്പോൾ പറയുന്നു. 1977 ലെബനനിൽ ആഭ്യന്തര യുദ്ധം നടന്നു. ആ കാലത്ത് ജംലറ്റിൻ്റെ പിതാവ് കമാൽ കൊല്ലപ്പെട്ടു. 2005 മുൻ ലെബനീസ് പ്രധാനമന്ത്രി റഫീഖ് ഹരാരിയുടെ കൊലപാതകത്തിന് പിന്നിലും
അസദ് ഭരണകൂടമാണെന്നാണ് ശക്തമായ ആരോപണം. ഈ ആരോപണങ്ങൾ വീണ്ടും അസദിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. വാലിദ് ജുംലറ്റ് ഇപ്പോൾ സിറിയയിലെത്തി നടത്തിയ ഈ കൂടിക്കാഴ്ചകൾ പുതിയ അധ്യായം തുറക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പാകുന്നു: ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ അയാൾ അനുഭവിക്കും എന്ന് വ്യക്തം. അയാൾക്കൊപ്പം നിന്നവരെല്ലാം അയാളെ ഉപേക്ഷിച്ചു പോകും. ഇരുട്ടത്ത് നിഴൽ പോലും ഉണ്ടാകില്ല എന്ന ഒരു പഴയ ആപ്തവാക്യം ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. ബഷാർ അൽ അസദ് ഒറ്റയ്ക്കാണ്.